കേസായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ടി സി പിയുടെ നമ്പറിംഗ് സിസ്റ്റം, സീക്വൻസ് നമ്പർ, അക്നോളജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ടി സി പി എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനേഷന് ടി സി പി ഐ പി പ്രോട്ടോകോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എഴുതുന്നത് നമ്മൾ OSI മോഡലിലൊക്കെ പഠിച്ച ആ ടി സി പിയും ടി സി പി സ്യൂട്ട്, അതായത് ടി സി പിയുടെ പ്രോട്ടോകോള് ഈ ലെയറിൽ കറക്റ്റ് ആയിട്ട് OSI മോഡലുമായിട്ട് കമ്പയർ ചെയ്ത് ചോദിച്ചാൽ മാത്രം നേരത്തെ പഠിച്ചത്. അതല്ല ടി സി പിയുടെ ഹെഡർ ഫോർമാറ്റ്, ടി സി പിയുടെ ഓപ്പറേഷൻസോ എങ്ങനെയാണെന്ന് ചോദിക്കുന്നതെങ്കിൽ ഇത് എസ് എ ക്വസ്റ്റൻ ആണ്. ഇത് തന്നെ എക്സാം ക്വസ്റ്റൻ്റെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഇതായിരിക്കും ഇവിടെ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഈ ടി സി പിയുടെ ഫോർമാറ്റുകളായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ടി സി പിയുടെ ഹെഡർ ഫോർമാറ്റ്. ഇപ്പോൾ ടി സി പിയുടെ ഹെഡർ ഫോർമാറ്റിൽ നമ്മൾ നേരത്തെ UDP പ്രോട്ടോകോൾ പഠിച്ചു. അപ്പോൾ ഈ മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന രണ്ട് പ്രോട്ടോകോളാണ്, ഒന്ന് ടി സി പിയും UDP പ്രോട്ടോകോളാണ്. അപ്പോൾ UDPയുടെ ഹെഡർ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ടി സി പിക്കും ടി സി പിയുടെ ഹെഡർ ഫോർമാറ്റ് ഉണ്ട്. ടി സി പിയുടെ ഹെഡർ ഫോർമാറ്റ് മീൻസ് നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മുടെ OSI മോഡൽ എടുത്തു കഴിഞ്ഞാൽ OSI മോഡലിൽ ഓരോ ലെയറിലും ഓരോ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. OSIയുടെ ഓരോ ലെയറിനും ഓരോ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ആ ഫംഗ്ഷനാലിറ്റിയുടെ ഒപ്പം തന്നെ നമ്മളൊരു ഓരോ ലെയറും അതിൻ്റെതായ ഫംഗ്ഷനാലിറ്റി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഹെഡർ അവിടെ ആഡ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഓരോ ലെയറിനും അതാത് ഹെഡർ ആഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഹെഡർ ആഡ് ചെയ്യുന്നത് പോലെ തന്നെ അത് എന്താണോ ചെയ്യേണ്ടത്, ആ ഹെഡർ ആഡ് ചെയ്യണേ അതിനുള്ള ഫംഗ്ഷനാലിറ്റികൾ പെർഫോം ചെയ്യണമെങ്കിൽ അതിന് കുറേ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്, കുറേ കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണ്. ആ ഡേറ്റ എങ്ങനെയാണ് വന്നത്, ആ ഡേറ്റയിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യണം, അത് ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സിംപ്ലക്സ് മോഡാണോ ഡ്യൂപ്ലക്സ് മോഡാണോ, അങ്ങനെ പല പല കാര്യങ്ങൾ ആ ഡേറ്റയെ കുറിച്ച് അറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി സ്പെസിഫൈ ചെയ്ത് വെക്കുന്നതായിരിക്കും ഡേറ്റയുടെ ഹെഡർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ നിന്ന് വരണ ഏത് ലെയറിൽ നിന്ന് വരുന്ന ഡേറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ ഡേറ്റയ്ക്ക് ഒരു ഹെഡർ പാർട്ടും ഉണ്ടാവും, അതിന് ഡേറ്റ പാർട്ടും ഉണ്ടാവും. അതാണ് പറഞ്ഞേക്കുന്നത്, അതിൻ്റെ ഹെഡർ പാർട്ടും ഡേറ്റ പാർട്ടും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ഹെഡർ പാർട്ട്, ഇതാണ് ഇതിൻ്റെ ഡേറ്റ പാർട്ട്. അപ്പോൾ ഈ ഡേറ്റ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഡേറ്റ എന്ന് പറയുന്നത് ഒന്ന് ഫിക്സഡ് സൈസ് ഡേറ്റയുണ്ട്, രണ്ട് വേരിയബിൾ സൈസും ഉണ്ട്. ഫിക്സഡ് സൈസ് ആണെങ്കിൽ ഡേറ്റയുടെ സൈസ് അല്ലാതെ എല്ലാ ഫ്രെയിമിലും അല്ലെങ്കിൽ എല്ലാ സെഗ്മെന്റിലും ആ ഡേറ്റയുടെ സൈസ് ഫിക്സഡ് ആയിരിക്കും. വേരിയബിൾ സൈസ് ആണെങ്കിൽ ആ ഡേറ്റയുടെ സൈസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡേറ്റയ്ക്ക് എത്ര സൈസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെയും എല്ലാം ആഡ് ചെയ്തിട്ട് ടി സി പിക്ക് ഒരു ഹെഡർ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ടി സി പിയുടെ ഹെഡർ ഫോർമാറ്റിന്റെ ലെങ്ത് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതാണ് ഹെഡർ ഫോർമാറ്റ്. ഈ ഹെഡർ ഫോർമാറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 bytes to 60 bytes വരെ ആയിരിക്കും. 20 bytes to 60 bytes ഡേറ്റ ഓൾറെഡി തന്നെ നമുക്കറിയാം അത് ഫിക്സ്ഡ് സൈസ് ഉണ്ടാവും, വേരിയബിൾ സൈസ് ഉണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഹെഡർ പാർട്ടിലാണ് 20 bytes ഉം 60 bytes വരെ ലെങ്ത് ഉണ്ടാകാവുന്ന ഡേറ്റ ഹെഡർ പാർട്ടായിരിക്കും ഉണ്ടാവുക. ദെൻ ഈ ഡേറ്റ പാർട്ടിൽ 20 bytes മുതൽ 60 bytes വരെ ഹെഡർ പാർട്ട് ഉണ്ടെങ്കിൽ ഈ ഹെഡർ പാർട്ടിൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോഴ്സ് പോർട്ട് നമ്പർ, ഡെസ്റ്റിനേഷൻ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഓപ്ഷൻസ് ആൻഡ് പാഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. ഈ ഡേറ്റയെ കുറിച്ച് ഹെഡർ പാർട്ടിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ് ആൻഡ് പാഡിംഗ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ആൻഡ് പാഡിംഗ് എന്ന് പറയുന്നതിന്റെ സൈസ് ഫിക്സഡ് ആയിരിക്കില്ല, അത് വേരിയബിൾ ആയിരിക്കും. അപ്പോൾ അത് വേരി ചെയ്യുന്നതുകൊണ്ടാണ് ടി സി പിയുടെ ഹെഡറിന്റെ പാർട്ട് 20 to 60 bytes വരെ ഉണ്ടാകാമെന്ന് പറയാം. സാധാരണ ഡേറ്റയാണ് വേരിയബിൾ സൈസ് ആയിട്ടുള്ളത്, പക്ഷെ ടി സി പിയുടെ ഹെഡർ പാർട്ടും വേരിയബിൾ സൈസ് ആയിട്ടാണ് പറയുന്നത്. വേരിയബിൾ സൈസ് ആയിട്ട് പറയാൻ കാരണം സോഴ്സിന്റെ അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, അങ്ങനെയുള്ള കുറെ ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിന്റെയൊക്കെ സൈസ് ഫിക്സഡ് ആണ്. പക്ഷെ ഓപ്ഷൻസ് ആൻഡ് പാഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഈ അഡീഷണൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളുടെ സൈസ് ഫിക്സഡ് ആയിരിക്കില്ല, അത് വേരിയബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ സൈസ് ഫിക്സഡ്. പിന്നെ ഇപ്പൊ ഇതിന് നോക്കി കഴിഞ്ഞാൽ സോഴ്സിന്റെ പോർട്ട് നമ്പർ, കാരണം ഇതിനകത്ത് വളരെ കുറച്ച് എക്സ്പ്രഷൻ മാത്രമേ ആവശ്യമുള്ളൂ, ബാക്കി നമുക്കറിയാം. സോഴ്സിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഇപ്പൊ നമ്മൾ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സോക്കറ്റ് നമ്പർ ആണ്. ഈ സോക്കറ്റ് നമ്പർ എന്ന് പറയുന്നത് പോർട്ട് അഡ്രസ്സും അതിന്റെ IP അഡ്രസ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സോക്കറ്റ് നമ്പർ ഉള്ളത്. അപ്പോൾ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എവിടെയായാലും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർട്ട് നമ്പർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് അതിന്റെ പോർട്ടിന്റെ സോഴ്സ് അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ പോർട്ട് ആൻഡ് 16 bits 2 bytes ലെങ്ത് ആയിരിക്കും ഉണ്ടാവുന്നത്, സീക്വൻസ് നമ്പർ, അക്നോളജ്മെന്റ്, ദെൻ ഹെഡർ ലെങ്ത്. അപ്പൊ ഈ ഹെഡറിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് അത് ഫിക്സഡ് അല്ല, അത് വേരിയബിൾ സൈസ് ആണ്. കാരണം ഓപ്ഷൻസ് ആൻഡ് പാഡിംഗ് വരുന്നതുകൊണ്ട് ഹെഡറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വേരിയബിൾ സൈസ് ആണ്. അപ്പോൾ ഹെഡർ ലെങ്ത് 4 bits,
റിസർവ്ഡ് മീൻസ് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതെല്ലാം ഫ്ലാഗുകളാണ്. ഒരു ഫ്ലാഗ് എന്ന് പറയുമ്പോൾ എല്ലാം 1 ബൈറ്റ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഫ്ലാഗുകൾ അർജന്റ് ഫ്ലാഗ്, അക്നോളജ്മെന്റ് ഫ്ലാഗ്, പുഷ് ഫ്ലാഗ്, റീസെറ്റ്, സിങ്കണൈസേഷൻ, പിന്നെ ടെർമിനേഷൻ, നെറ്റ് കണക്ഷൻ ടെർമിനേഷൻ, എക്സ്പ്രഷൻ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. വിൻഡോയുടെ സൈസ്, അർജന്റ് പോയിന്റ്, ചെക്ക് ഔട്ട്. അപ്പോൾ TCPയുടെ സെഗ്മെന്റ് ഫോർമാറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ഡയഗ്രവും ഈ റെപ്രസെന്റേഷനും അതിന്റെ അഡ്രസ്സുകളുടെ സൈസും കമ്പൽസറി ആണ്. അപ്പോൾ അതാണ് ഇതിന്റെ ഹെഡർ ഫോർമാറ്റ്. അപ്പോൾ അത് ഓർത്തിരിക്കുക ഏതൊക്കെയാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതിന്റെ എക്സ്പ്ലനേഷൻ. Then the TCP consists of 20 to 60 bytes followed by data from the application program. Then അങ്ങനെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ ഫസ്റ്റ് നമ്മൾ സോഴ്സിന്റെ പോർട്ട് നമ്പറിൽ എക്സ്പ്രഷൻ ആവശ്യമില്ല. 60 ബിറ്റ് ഫീൽഡാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഡേറ്റയാണ്, ഏതാണ് അതിന്റെ ആ കമ്മ്യൂണിക്കേഷന്റെ സോഴ്സ് ഏതാണ്, ഏത് സോഴ്സിൽ നിന്നാണ് ആ ഡേറ്റ ജനറേറ്റ് ചെയ്തത്, ആ സോഴ്സ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സോഴ്സിന്റെ പോർട്ട് നമ്പർ. അതായത് 16 ബിറ്റ് ലെങ്ത് ഉണ്ടാവും. ദെൻ ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ. ഈ ഡേറ്റ എങ്ങോട്ടാണ് പോകുന്നത്, ഏത് ഡെസ്റ്റിനേഷൻസ് അല്ല, റിസീവിംഗ് പ്രോഗ്രാം ഏതാണ്, അല്ലെങ്കിൽ റിസീവിംഗ് ആപ്ലിക്കേഷൻ ഏതാണ്, ആ റിസീവിംഗ് ആപ്ലിക്കേഷന്റെ പോർട്ട് അഡ്രസ്. അപ്പോൾ ഓർക്കുക, ഇവിടെ നമ്മൾ IP അഡ്രസ് അല്ല, സോഴ്സ് പോർട്ട് അഡ്രസ് എന്ന് പറയാം. സോഴ്സ് അഡ്രസ് എന്നായിരിക്കും പലപ്പോഴും എക്സാമിനേഷൻ എഴുതുക. സോഴ്സ് അഡ്രസ് എന്നല്ല എഴുതേണ്ടത്, സോഴ്സ് പോർട്ട് അഡ്രസ് ആണ്. ആ പോർട്ട് അഡ്രസ് പറയുന്ന IP അഡ്രസ് അല്ല, ആ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബലി കൊടുത്തിട്ടുള്ള പോർട്ട് അഡ്രസ്സുകൾ ഉണ്ടാവും. ഈ അഡ്രസ്സുകളാണ് സോഴ്സിന്റെ പോർട്ട് അഡ്രസ്സും ഡെസ്റ്റിനേഷന്റെ പോർട്ട് അഡ്രസ്സും. ദെൻ സീക്വൻസ് നമ്പറിന് വേണ്ടിയിട്ട് 32 ബിറ്റ് ഡേറ്റയാണ് സീക്വൻസ് നമ്പറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എവിടെയാണ് നമ്മുടെ സീക്വൻസ് നമ്പർ ഫസ്റ്റ് ബൈറ്റ് എങ്ങനെയാണോ ആ ബൈറ്റിന്റെ സീക്വൻസ് നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് അക്നോളജ്മെന്റ് നമ്പർ. 32 ബിറ്റ് ഡിഫൈൻസ് പറയുന്നത് അതിന്റെ അക്നോളജ്മെന്റ് നമ്പർ. അപ്പോൾ നമ്മൾ TCP എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ആണ്. കണക്ഷൻ ഓറിയന്റഡ് സർവീസ് റിലയബിൾ പ്രോട്ടോകോൾ ആണ്. അപ്പോൾ റിലയബിൾ പ്രോട്ടോകോൾ ആണെങ്കിൽ എന്തായാലും നമുക്ക് അക്നോളജ്മെന്റ്, റിസീവിംഗ് അക്നോളജ്മെന്റും അതിന്റെ റെസ്പോൺസും കാര്യങ്ങളും എല്ലാം വേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ അക്നോളജ്മെന്റ് വേണ്ടിയിട്ട് ആ അക്നോളജ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ട് ഡെസ്റ്റിനേഷനിൽ എത്തിയോ ഇല്ലയോ എന്നുള്ളതിന്റെ റെസ്പോൺസിന് വേണ്ടിയിട്ട് അതിന് അക്നോളജ്മെന്റ് വേണ്ടിയിട്ട് 32 ബിറ്റ് ലെങ്ത് ഉള്ള അക്നോളജ്മെന്റ് നമ്പർ. ദെൻ ഹെഡർ ലെങ്ത്. This is a 4-bit field indicates the number of 4 bytes for TCP header length. TCPയുടെ ഹെഡർ ലെങ്ത്. TCPയുടെ ഹെഡർ ലെങ്ത് എന്ന് പറയുന്നത് 20 to 60 bytes വരെ ആകാം. അപ്പോൾ ആ ഹെഡർ ലെങ്ത് എത്രയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ഈ വരുന്ന ഡേറ്റയിൽ എത്രയാണ് ഹെഡറിന്റെ ലെങ്ത്. ഹെഡറിന്റെ ലെങ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ളത് ബാക്കി ഡേറ്റ ആയിരിക്കും. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡറിന്റെ ലെങ്ത് ഫോർമാറ്റ്. ദെൻ റിസർവ്ഡ്. ദിസ് 6-bit ഫീൽഡ് റിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. ദെൻ ഇനി ഇതിൽ ഉപയോഗിക്കുന്ന കുറെ ഫ്ലാഗുകൾ, കൺട്രോൾ ഫ്ലാഗുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഒരുപാട് ഫ്ലാഗുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലാഗുകൾ മീൻസ് ഈ വരുന്ന ഡേറ്റയുടെ ഇമ്പോർട്ടൻസ്, ആ ഡേറ്റ എങ്ങനെയാണ് ഡെലിവറി ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കൺട്രോൾ ഫ്ലാഗുകൾ. ദിസ് ഫീൽഡ് ഡിഫൈൻസ് 6 ഡിഫറെന്റ് കൺട്രോൾ ബിറ്റ്സ്. ഒരു ഫ്ലാഗിന് സൈസ് നേരത്തെ ബൈറ്റ് എന്നാ പറഞ്ഞത് എനിക്ക് തോന്നുന്നു, ബൈറ്റ് അല്ല, ഒരു ബിറ്റ് ആണ്. ഒരു ബിറ്റിലുള്ള കൺട്രോൾ ഫ്ലാഗുകൾ. അത് ഒരു ബിറ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റീസെറ്റ് ആയിരിക്കും. ഇങ്ങനെ കിടക്കുന്ന കൺട്രോൾ ഫ്ലാഗുകൾ. ഈ കൺട്രോൾ ഫ്ലാഗുകൾ യൂസ് ചെയ്യുന്നത് ഈ വരുന്ന ഡേറ്റയുടെ എമർജൻസി, അത് എങ്ങനെയാണ് അതിന്റെ അത് എന്താണ് അതിന്റെ എമർജൻസി സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ ഫ്ലാഗുകൾ. അതിൽ ഉപയോഗിക്കുന്ന 6 കൺട്രോൾ ഫ്ലാഗുകൾ. ഒന്ന് അർജന്റ് ഫ്ലാഗ്. അർജന്റ് ഫ്ലാഗ് എന്ന് പറയുന്നത് the value of urgent pointer field is valid. Urgent pointer means നമ്മുടെ ഡേറ്റ ഡെലിവറി ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഡേറ്റ ഡെലിവറിയുടെ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഡേറ്റ ഡെലിവറി എങ്ങനെയാണ് ചെയ്യുന്നത്. ചില ഡേറ്റകൾ എമർജൻസി ആയിട്ട് ഡെലിവറി ചെയ്യുന്ന ഡേറ്റ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ഡേറ്റ ആയി കഴിഞ്ഞാലും നമ്മൾ ഒരു വിൻഡോ മെക്കാനിസം ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്ലൈഡിംഗ് പ്രോട്ടോകോളും വിൻഡോ പ്രോട്ടോകോളും ഒക്കെ. വിൻഡോ മെക്കാനിസം മീൻസ് ആ വിൻഡോ എപ്പോഴാണോ ഫില്ല് ആവുന്നത്, വിൻഡോ ഫില്ല് ആകുമ്പോഴേ ആ ഡേറ്റ അടുത്തയിലേക്ക് പുഷ് ചെയ്ത് അടുത്തയിലേക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ ആ വിൻഡോ ഫില്ല് ആവാതെ തന്നെ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റ എമർജൻസി ആയിട്ട് ഡെലിവറി ചെയ്യേണ്ട ഡേറ്റ ആണെങ്കിൽ അതിന്റെ അർജന്റ് ഫ്ലാഗിന്റെ വാല്യൂ സെറ്റ് ചെയ്ത് വെക്കും. അർജന്റ് ഫ്ലാഗിന്റെ വാല്യൂ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഡേറ്റയുടെ പ്രയോറിറ്റിയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ അർജന്റ് ഫ്ലാഗ് സെറ്റ് ആയിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ ആ ഡേറ്റ ഡെസ്റ്റിനേഷനിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവറി ചെയ്യും. അങ്ങനെ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് അർജന്റ് ഫ്ലാഗ്. ദെൻ നെക്സ്റ്റ് അക്നോളജ്മെന്റ് ഫ്ലാഗ്. ഇതെല്ലാം 1 ബിറ്റ് ആണ് ലെങ്ത്, ബൈറ്റ് അല്ല, 1 ബിറ്റ് ആണ് ഇതിന്റെയൊക്കെ ലെങ്ത് എന്ന് പറയുന്നത്. അടുത്തത് അക്നോളജ്മെന്റ് ഫ്ലാഗ്. അക്നോളജ്മെന്റ് വാല്യൂ ഓഫ് അക്നോളജ്മെന്റ് ഫീൽഡ് ഇസ് വാലിഡ്. അക്നോളജ്മെന്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡേറ്റ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രോട്ടോക്കോളും പഠിച്ചപ്പോൾ ആ പ്രോട്ടോക്കോളിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഒരെണ്ണമാണ് അക്നോളജ്മെന്റ് ഫ്ലാഗ്.
അക്നോളജ്മെന്റ് എന്ന് പറയുന്നത്. അതേ സെയിം പർപ്പസ് തന്നെ ഇവിടെയും. കമ്മ്യൂണിക്കേഷനിൽ ഒരു 2 സൈഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഒരു വശത്ത് നിന്ന് അയച്ച ഡേറ്റ മറ്റേ വശത്ത് എത്തിയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലാഗാണ് അക്നോളജ്മെന്റ് ഫ്ലാഗ്. ദെൻ പുഷ് ഡേറ്റ. പുഷ് ഡേറ്റ മീൻസ് അർജന്റ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നത് ഒരു ഡേറ്റ ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ അത് അർജന്റ് ആയിട്ട് ഡെലിവർ ചെയ്യുന്ന ഡേറ്റയാണ് അർജന്റ് ഫ്ലാഗ് റെപ്രസെന്റ് ചെയ്യുന്നത്. പുഷ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഫിൽ ആവുന്നതിന് മുന്നേ തന്നെ ആ ഡേറ്റ അപ്പാടെ വിൻഡോയിൽ എത്രയാണോ ഉള്ളത് ആ ഉള്ള ഡേറ്റയെ അപ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷനിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത മെഷീനിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന ഫ്ലാഗാണ് പുഷ് ഡേറ്റ. അത് ആ ഡേറ്റ വിൻഡോ ഫിൽ ആവുന്നതിന് മുന്നേ തന്നെ ഡേറ്റ സെൻഡ് ചെയ്യും. അങ്ങനെ സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പുഷ് ഡേറ്റ. റീസെറ്റ് മീൻസ് കണക്ഷൻ റീസെറ്റ് ചെയ്യാനായിട്ട്. കണക്ഷനിൽ എന്തെങ്കിലും എററുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കണക്ഷനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റീസെറ്റ് ഫ്ലാഗ്. നെക്സ്റ്റ് സിങ്കണൈസേഷൻ ആണ്. സിങ്കണൈസേഷൻ ഡ്യൂറിംഗ് ദ കണക്ഷൻ. സിങ്കണൈസേഷൻ മീൻസ് സെൻഡിങ് ബഫർ ഉണ്ടാവും, റിസീവിംഗ് ബഫർ ഉണ്ടാവും, അല്ലെങ്കിൽ സെൻഡിങ് സ്റ്റേഷൻ ഉണ്ടാവും, റിസീവിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. ഈ സെൻഡിങ് സ്റ്റേഷനും റിസീവിംഗ് സ്റ്റേഷനും തമ്മിൽ സിങ്കണൈസേഷൻ ആണ്. സിങ്കണൈസേഷൻ മീൻസ് ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻഡ് ചെയ്തത് റിസീവർ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവണം. അതുപോലെ റിസീവർ റെഡി ആയിട്ട് ഡേറ്റ സെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ആവശ്യമുണ്ട്. ഈ കോർഡിനേഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഫ്ലാഗാണ് സിങ്കണൈസേഷൻ ഫ്ലാഗ്. ദെൻ FIN ഫ്ലാഗ്, ദാറ്റ് ഈസ് ആ കണക്ഷനെ ടെർമിനേറ്റ് ചെയ്യാനായിട്ട്. ഏതാണോ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആ കണക്ഷനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലാഗാണ് FIN ഫ്ലാഗ്. അപ്പോൾ ഫ്രെയിം ഫോർമാറ്റിൽ 6 ഫ്ലാഗുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 6 ഫ്ലാഗുകളുടെയും സൈസ് 1 ബിറ്റ് ആണ്. ആ 1 ബിറ്റിലുള്ള അർജന്റ് ഫ്ലാഗ്, അക്നോളജ്മെന്റ് ഫ്ലാഗ്, പുഷ് ഫ്ലാഗ്, റീസെറ്റ് ഫ്ലാഗ്, സിങ്കണൈസേഷൻ ഫ്ലാഗ്, ദെൻ കണക്ഷൻ ടെർമിനേഷൻ ഫ്ലാഗ്. ഇത്രയുള്ള ഫ്ലാഗുകളാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെയും ഡിഫറെന്റ് ടൈപ്പിലുള്ള ഓപ്പറേഷൻസ് നമ്മൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഒന്ന് വിൻഡോയുടെ സൈസ് എത്രയാണ്. അതിനകത്ത് നമ്മുടെ ഹെഡറിൽ കണ്ടിട്ടുള്ള അടുത്ത ഓർമ്മയായിരുന്നു വിൻഡോ സൈസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബൈറ്റ്സ് ഡേറ്റ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന 16 ബിറ്റ് ആണ്, ദാറ്റ് ഈസ് 2 ബൈറ്റ്സ് ഡേറ്റ ആ വിൻഡോയുടെ സൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞപ്പോൾ പുഷ് ഫ്ലാഗിന്റെ കാര്യം പറഞ്ഞായിരുന്നു. പുഷ് ഫ്ലാഗ് എന്ന് പറയുന്നത് ആ വിൻഡോ എന്ന് പറയുന്നതിന്റെ സൈസ് ഫിൽ ആവുന്നതിന് മുന്നേ നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണ് പുഷ് ഫ്ലാഗ് എന്ന് പറയുന്നത്. വിൻഡോയുടെ സൈസ് ഫിൽ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡേറ്റ കണക്ഷനിലേക്ക് സെൻഡ് ചെയ്യണം. അങ്ങനെ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പുഷ് ഫ്ലാഗ്. അപ്പോൾ ആ വിൻഡോയുടെ സൈസ് എത്രയാണെന്നുള്ളത് അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെൻഡ് ചെയ്ത വിൻഡോയുടെ സൈസ് അല്ല, നമ്മൾ പറഞ്ഞ വിൻഡോയുടെ സൈസ് എത്രയുണ്ട് അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വിൻഡോ സൈസ്. ദെൻ ചെക്സം എന്ന് പറയുന്നത് എറർ ഡിറ്റക്ഷൻ. ഡിഫറെന്റ് ടൈപ്പിലുള്ള എറർ ഡിറ്റക്ഷൻ മെത്തേഡുകളുണ്ട്. അപ്പോൾ TCP എന്ന് പറയുന്നത് ഒരു റിലയബിൾ പ്രോട്ടോകോൾ ആണ്. TCP എന്ന് പറയുന്നത് റിലയബിൾ പ്രോട്ടോകോൾ ആയതുകൊണ്ട് തന്നെ ആ പ്രോട്ടോകോളിൽ എററുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ എറർ ഐഡന്റിഫിക്കേഷൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിൽ ഒരെണ്ണമാണ് ചെക്സം. നെക്സ്റ്റ് അർജന്റ് പോയിന്റർ. അർജന്റ് പോയിന്റർ പറഞ്ഞു, ദിസ് ഈസ് എ 16-bit ഫീൽഡ് വിച്ച് ഇസ് വാലിഡ് only if the urgent flag is set. It is used when the segment contains urgent data. നമ്മൾ അർജന്റ് പോയിന്റ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വന്നേക്കുന്ന ഡേറ്റയിൽ ആ ഡേറ്റ ഡെലിവർ അർജന്റ് ആയിട്ട് ഡെസ്റ്റിനേഷൻ മെഷീനിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്രോസസ്സിന് ഡെലിവറി ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വന്നേക്കുന്ന ഡേറ്റയിൽ എവിടാണ് അർജന്റ് ഡേറ്റ ഉള്ളത്, പല സൈസുള്ള ഡേറ്റ ആയിരിക്കും, ഒരുപാട് ലെങ്ത് ഉള്ള ഡേറ്റ ആയിരിക്കും ഉണ്ടാവും, അല്ലെങ്കിൽ പല ഡേറ്റകൾ ഉണ്ടാവും. ആ ഡേറ്റയിൽ ഏത് സൈഡിലാണ് എവിടാണ് അർജന്റ് ആയിട്ട് ഡെലിവറി ചെയ്യേണ്ട ഡേറ്റ ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അത് എവിടെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അർജന്റ് പോയിന്റർ യൂസ് ചെയ്യുന്നത്. ദെൻ ഓപ്ഷൻസ് ആൻഡ് പാഡിംഗ്. Then there can be up to 40 bytes of optional information in the TCP header. നമ്മുടെ ഡേറ്റയെ കുറിച്ച് 40 ബൈറ്റ്സ്, മാക്സിമം 40 ബൈറ്റ്സ് വരെ അർജന്റ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസ് അവിടെ സേവ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. അങ്ങനെയുള്ള ഓപ്ഷണലായിട്ട് വരുന്ന അർജന്റ് ഇൻഫർമേഷൻസ് സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓപ്ഷൻസ്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഹെഡറിന്റെ സൈസ് 20 to 60 ബൈറ്റ്സ് എന്ന് പറയുന്നത്. ബാക്കി 20 ബൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാത്തിനും കൂടി അത് ഫിക്സഡ് ആണ്. ബാക്കിയുള്ള ഡേറ്റ എന്ന് പറയുന്നത് 40 ബൈറ്റ് എന്ന് പറയുന്നത് അത് വേരിയബിൾ ആണ്, വേരിയബിൾ സൈസിലാണ്. അപ്പോൾ വേരിയബിൾ സൈസിലായതുകൊണ്ട് അത് വേണമെന്ന് ഓപ്ഷണലാണ്, കമ്പൽസറി ആയിട്ട് വേണമെന്നുള്ളതല്ല. അഡീഷണൽ ഡേറ്റ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് അതിന്റെ ഹെഡറിന്റെ ഫോർമാറ്റുകൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ഇന്ന് ടൈപ്പ് ചെയ്യാമോ? ക്ലിയർ.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്, എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട്. യെസ്, എല്ലാവർക്കും ക്ലിയർ ആണ്. അഭിഷേക്, ഗൂഗിൾ, മിസ്ത്രി, അജയ്, ആദർശ്, പൂജ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ TCP കണക്ഷൻ. TCP ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. അപ്പൊ TCP ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണെങ്കിൽ അവിടെ ഒരു കണക്ഷൻ ക്രിയേഷനും മെക്കാനിസംസ് എന്തായാലും അവിടെ ഉണ്ടാവണം. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? That is, a TCP is a connection oriented transmission protocol. It requires 3 phases. 3 ഫേസിലുള്ള മെക്കാനിസം ഉണ്ട്. നമ്മൾ ഇതിനു മുന്നേ കണക്ഷൻ മെത്തേഡിൽ പഠിച്ചു. അവിടെയും നമുക്ക് 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് കണക്ഷൻ ക്രിയേഷൻ, അത് കഴിഞ്ഞ ശേഷം ഡേറ്റ ട്രാൻസ്ഫർ, അത് കഴിഞ്ഞതിന് ശേഷം ടെർമിനേഷൻ. ഇത് എല്ലായിടത്തും ഉള്ളതാണ്. ഒന്ന് കണക്ഷൻ ക്രിയേഷൻ, അത് കഴിഞ്ഞ ശേഷം ഡേറ്റ ട്രാൻസ്ഫർ, അത് കഴിഞ്ഞ ശേഷം കണക്ഷൻ ടെർമിനേഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കണക്ഷൻ ക്രിയേഷൻ, ദാറ്റ് ഈസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്. TCP ട്രാൻസ്മിറ്റ്സ് ഡേറ്റ ഇൻ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. എല്ലാ കമ്മ്യൂണിക്കേഷനും സെക്യൂർ ആയിട്ട് വരുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിലുള്ള കമ്മ്യൂണിക്കേഷൻ മീൻസ് ഡേറ്റ രണ്ട് സൈഡിലേക്കും, ഒരു സോഴ്സും ഡെസ്റ്റിനേഷനും കൂടി ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സിൽ ഡെസ്റ്റിനേഷനിലേക്കും ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലേക്കും 2 സൈഡ് കമ്മ്യൂണിക്കേഷൻ അറ്റ് എ ടൈമിൽ പോസിബിൾ ആകും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് TCP യൂസ് ചെയ്യുന്നത്. When two TCPs in 2 machines, എന്റെ വോയിസ് ക്ലിയർ ആണോ പിള്ളേരെ? ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. When 2 TCPs in 2 machines are connected, they are able to send segments to each other in simultaneously. രണ്ട് മെഷീനുകൾ തമ്മിൽ, സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ, രണ്ട് മെഷീനുകൾ തമ്മിൽ ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് മെഷീനുകളും സൈമിൾട്ടേനിയസ് ആയിട്ട് ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി, അതാണ് നമ്മുടെ 2-way മെത്തേഡ് എന്ന് പറയുന്നത്. ആ സൈമിൾട്ടേനിയസ് ആ ഡേറ്റ സെൻഡ് ചെയ്യണം. This means that each party must initialize communication and get approval from the other party before any data are to be transferred. Then, അപ്പോൾ 2-way ഹാൻഡ്ഷേക്ക് അല്ലെങ്കിൽ 3-way ഹാൻഡ്ഷേക്കിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ മോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ രണ്ടുപേരും ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും, അതായത് സോഴ്സ് മെഷീനും ഡെസ്റ്റിനേഷൻ മെഷീനും ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും റെഡി ആണെങ്കിൽ 2-way കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സോഴ്സ് മെഷീനും ഡെസ്റ്റിനേഷൻ മെഷീനും തമ്മിൽ രണ്ടുപേരും ഡേറ്റ സെൻഡ് ചെയ്യാൻ റിസീവ് ചെയ്യാൻ റെഡിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെക്കാനിസമാണ് നമ്മുടെ കണക്ഷൻ ക്രിയേഷനിൽ നടക്കുന്നത്. അപ്പോൾ കണക്ഷൻ ക്രിയേഷനിൽ എങ്ങനെയായിരിക്കും? പ്രോസസ് കോൾഡ് 3-way ഹാൻഡ്ഷേക്കിംഗ് മെത്തേഡ്. അപ്പോൾ 3-way ഹാൻഡ്ഷേക്കിംഗ് മെത്തേഡ് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ നെറ്റിൽ ഒരു ഡേറ്റ സെർച്ച് ചെയ്തു. നെറ്റിൽ ഡേറ്റ സെർച്ച് കഴിഞ്ഞാൽ നമ്മളത് ക്ലയന്റ് മെഷീനാണ്, മറ്റൊരു സെർവർ മെഷീൻ ആയിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും, നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ഒത്തിരി ഡിജൈനർ ഡേറ്റകൾ നെറ്റിൽ സെർച്ച് ചെയ്തു. നെറ്റിൽ ഡേറ്റ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഡേറ്റയുടെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആ സെർവർ മെഷീൻ അവിടെ ഒരു റെഡി ആയിരിക്കണം. ഒരു ക്വറി അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സെർവർ മെഷീൻ റെഡി ആയിരിക്കണം. സെർവർ മെഷീൻ റെഡി അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് വരുന്നത് കനോട്ട് ആക്സസ് സെർവർ ഒരു കണക്ഷൻ, കനോട്ട് കംപ്ലീറ്റ് ദ കണക്ഷൻ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതൊരു 2-way ഹാൻഡ്ഷേക്കിംഗ് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. നമ്മൾ അല്ലെങ്കിൽ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് പറയാം. നമ്മളൊരു ഡേറ്റ റിക്വസ്റ്റ് ചെയ്തു, റിക്വസ്റ്റ് ചെയ്ത ഡേറ്റ എന്താണോ ആ ഡേറ്റ നമുക്ക് റിട്രീവ് ചെയ്തു, ആ ഡേറ്റ നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടി, പിന്നെ നമ്മൾ അടുത്ത റിക്വസ്റ്റ് ചെയ്തു, അടുത്ത റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്ലയന്റ് ആയിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്. ക്ലയന്റ് എന്ന് പറയുന്നത് നമ്മളായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റീവ് ചെയ്യണമെങ്കിൽ സെർവർ മെഷീൻ അവിടെ കമ്മ്യൂണിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ, റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കണം. അപ്പോൾ ഈ 3-way ഹാൻഡ്ഷേക്കിംഗ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏത് മെഷീനുമായിട്ടാണോ അവർ എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും അത് ക്ലയന്റ് സെർവർ പ്രോട്ടോകോൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലയന്റ് എന്ന് പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്ലയന്റും, എവിടെ നിന്നാണോ റിക്വസ്റ്റ് ചെയ്യുന്ന റിമോട്ടിലുള്ള മെഷീൻ എന്ന് പറയുന്നത് സെർവർ മെഷീനുമായിരിക്കും. അപ്പോൾ ഈ സെർവർ മെഷീന്
ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരു റിക്വസ്റ്റിന് വേണ്ടിയിട്ട് റെഡി ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാസീവ് ഓപ്പൺ. ദാറ്റ് ഈസ് the three-way handshaking is the connection establishment in TCP is called three-way handshaking. The process starts with the server. Process ഇവിടെ term ഓർത്തിരിക്കുക. The process starts with the server. Process starts with the server means server അല്ല റിക്വസ്റ്റ് കൊടുക്കുന്നത്. അത് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ക്ലയന്റ് തന്നെയാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ ക്ലയന്റ് റിക്വസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ സെർവർ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. നമ്മൾ ഒരിക്കലും നിങ്ങൾ ഡാറ്റ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെർവർ നിങ്ങൾക്കല്ല ഡാറ്റ തന്നത്. സെർവർ അല്ല, നിങ്ങൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു ഇന്ന രീതിയിൽ വേണം. ഇപ്പോൾ ബയോമെട്രിക് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞ് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബയോമെട്രിക് ഒതന്റിക്കേഷൻ എന്ന് പറയണ ആ സെർവ് ചെയ്തേക്കുന്ന സെർവർ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സെർവർ തിരിച്ച് ഡാറ്റ തന്നു. ഒരിക്കലും നിങ്ങൾ കൊടുക്കാതെ സെർവർ ഇങ്ങോട്ട് ഡാറ്റ എന്നല്ല, ക്ലയന്റ് ആദ്യം റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ സെർവർ ആ കണക്ഷൻ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സെർവർ റെഡി ആയിരുന്നു റിക്വസ്റ്റ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് പറയുന്നത് ദ പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് ദ സെർവർ. ദാറ്റ് ഈസ് ദ സെർവർ പ്രോഗ്രാം ടെൽസ് ഇറ്റ്സ് TCP ദാറ്റ് ഇറ്റ് ഈസ് റെഡി ടു അക്സെപ്റ്റ് എ കണക്ഷൻ. സെർവർ TCP സോഫ്റ്റ്വെയറിലുള്ള ആ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആ റിക്വസ്റ്റ് വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് പാസീവ് ഓപ്പൺ. സോ പാസീവ് ഓപ്പൺ സ്റ്റേജിലുള്ള ഒരു സെർവറിലേക്ക് മാത്രമേ ക്ലയന്റിന് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ കണക്ഷൻ ക്രിയേഷൻ അല്ലെങ്കിൽ കണക്ഷന്റെ ത്രീ-വേ ഹാൻഡ് ഷേക്കിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് പോലും ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ കൂടി സെർവർ അങ്ങനെ ഒരു കണക്ഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാവണം. This is called the request for passive open. Although the server TCP is ready to accept any connection from anywhere, any machine in the world, it cannot make connection itself. Connection create ചെയ്യുക മീൻസ് അങ്ങനെ ഒരു പാസീവ് ഓപ്പൺ സ്റ്റേജിലുള്ള ഒരു സെർവറിലേക്ക് ഏത് മെഷീന് വേണമെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ ആ റിക്വസ്റ്റ് കൊടുത്താൽ അതിനനുസരിച്ചിട്ട് ക്ലയന്റ് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഓൾറെഡി പാസീവ് ഓപ്പൺ ആയിട്ടുള്ള ഒരു സെർവർ മെഷീൻ ഉണ്ടാവണം. അപ്പോൾ ഈ ത്രീ-വേ ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സെർവർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ത്രീ-വേ ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡിൽ അല്ലെങ്കിൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സെർവർ പാസീവ് ഓപ്പൺ സ്റ്റേജിലായിരിക്കണം. അതായത് ക്ലയന്റിൽ നിന്ന് കണക്ഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള റെഡി ആയിട്ടുണ്ടാവണം. അത് ഒരിക്കലും കണക്ഷൻ ക്രിയേഷൻ അല്ല, സെർവർ റെഡി ആയിട്ടുണ്ടാവണം. അതിനാണ് നമ്മൾ പറഞ്ഞത് പാസീവ് ഓപ്പൺ. Then the client program issues a request for an active open. A client that wishes to connect to open server, it needs to be connected to a particular server. The TCP can now start three-way handshaking process. Then അങ്ങനെ പാസീവ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്ലയന്റിലെ ഒരു സെർവറിലേക്ക് ക്ലയന്റ് മെഷീൻ ഒരു ആക്റ്റീവ് ഓപ്പൺ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യും. അതായത് ക്ലയന്റിന് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് പ്രോസസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ റിട്രീവ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ആക്റ്റീവ് ഓപ്പൺ മെസ്സേജ് ഫോർവേഡ് ചെയ്യും. അങ്ങനെ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ നൗ വി ക്യാൻ സ്റ്റാർട്ട് ത്രീ-വേ ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡ്. അപ്പോൾ ത്രീ-വേ ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡ് സ്റ്റാർട്ട് ഇത് ത്രീ-വേ ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡ് തന്നെ ചോദിക്കാറുണ്ട് 5 മാർക്കിന്. ചിലപ്പോൾ ചോദിക്കുക TCP, ഹൗ ദ TCP പെർഫോംസ് കണക്ഷൻ ക്രിയേഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. അതുകൂടാതെ തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് TCP എങ്ങനെയാണ് ത്രീ-വേ ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊന്നും പോകരുത്. കാരണം ഈ ത്രീ-വേ ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഴയ TCP നമ്മൾ പല ടൈപ്പിലെ കണക്ഷൻ ക്രിയേഷനും അക്നോളജ്മെന്റും ഒക്കെ പഠിച്ചില്ല പ്രോട്ടോകോൾസിൽ. അതല്ല എഴുതേണ്ടത്. ത്രീ-വേ ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ TCPയിൽ എങ്ങനെയാണ് TCP ഹെഡർ ഫോർമാറ്റ് സെഗ്മെന്റിൽ നമ്മൾ പഠിച്ചിട്ട് ഈ ത്രീ-വേ ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡാണ് അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മെത്തേഡ് ഈ ത്രീ-വേ ഹാൻഡ് ഷേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പാസീവ് ഓപ്പണും ആക്റ്റീവ് ഓപ്പണും അവിടെ ഉണ്ടാവും. ഇനി സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. സേ സിൻക്രണൈസേഷൻ സെഗ്മെന്റ് cannot carry data. അടുത്ത ഇവിടെ ക്ലിയർ ആണ്. This is the three-way handshaking method. Three-way handshaking method. See, three-way handshaking method ഇവിടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്തു? ഇതാണ് സെർവർ മെഷീൻ. സെർവർ പാസീവ് ഓപ്പൺ ആണ്. അത് ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ക്ലയന്റ് ആക്റ്റീവ് ഓപ്പൺ ആണ്.
സെർവറും ക്ലയന്റും ഓൾറെഡി ഓൺ ലൈവ് ആണ്, ആക്റ്റീവ് ഓപ്പൺ ആണ്. അങ്ങനെ ആക്റ്റീവ് ഓപ്പൺ ആയിട്ടുള്ള ക്ലയന്റ് മെഷീൻ, ഓർക്കുക വെറും ക്ലയന്റ് മെഷീൻ അല്ല, ആക്റ്റീവ് ഓപ്പൺ ആയിട്ടുള്ള ക്ലയന്റ് മെഷീൻ പാസീവ് ഓപ്പൺ ആയിട്ടുള്ള സെർവർ മെഷീനിലേക്ക് ഒരു സിങ്ക്രണൈസേഷൻ ഫ്ലാഗ് സെൻഡ് ചെയ്യും. സിങ്ക്രണൈസേഷൻ ഫ്ലാഗ് മീൻസ് സിങ്ക്രണൈസേഷൻ യൂസ് ചെയ്യുന്ന രണ്ടുപേരും ഡേറ്റ അക്സെപ്റ്റ് ചെയ്യാൻ റിസീവ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതിന്റെ അതിന്റെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയുള്ള സിഗ്നലാണ്. ആ സിങ്ക്രണൈസേഷൻ ബിറ്റ് സെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ സിങ്ക്രണൈസേഷൻ ബിറ്റ് സെൻഡ് ചെയ്യുമ്പോൾ ആ സെൻഡ് ചെയ്യുന്ന ഓരോന്നിനും ഓരോ സീക്വൻസ് നമ്പർ ഉണ്ടാവും. ഈ സിങ്ക്രണൈസേഷൻ ബിറ്റ് സെൻഡ് ചെയ്യും വിത്ത് അക്നോളജ്മെന്റ് ഫ്ലാഗ്. അക്നോളജ്മെന്റ് ഫ്ലാഗ് അക്നോളജ്മെന്റ് ഫ്ലാഗ് മീൻസ് ഓൾറെഡി ഇത് ഒരു അസ്യൂം ചെയ്തിട്ടുണ്ട്, അക്നോളജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അക്നോളജ്മെന്റ് ചെയ്ത മീൻസ് ആക്റ്റീവ് ഓപ്പൺ ആണ്, പാസീവ് ഓപ്പൺ ആണ് എന്നുള്ള രീതിയിൽ അക്നോളജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് 3-way ഹാൻഡ് ഷേക്കും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു അക്നോളജ്മെന്റ് ഫ്ലാഗും സിങ്ക്രണൈസേഷൻ ബിറ്റും കൂടി സീക്വൻസ് നമ്പർ ഉൾപ്പെടെ ക്ലയന്റ് സെർവറിന് സെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ക്ലയന്റ് സെർവറിന് സെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്. ഫസ്റ്റ് ഹാൻഡ് ഷേക്കിംഗ് ഫസ്റ്റ് ആയി. ദെൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് സെർവറിൽ എത്തിക്കഴിഞ്ഞാൽ സെർവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. സെർവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ സിങ്ക്രണൈസേഷൻ ഫ്ലാഗ്, ഈ എ എന്ന് പറയുന്നത് ഇത് കോമൺ ആണ്, ഇതല്ല അക്നോളജ്മെന്റ്. ഈ എ എന്ന് പറയുന്നത് ഇത് കോമൺ ആണ്, അത് എല്ലാത്തിനും ഉള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് അക്നോളജ്മെന്റ് എന്ന് പറയുന്നത് നേരത്തെ ഓൾറെഡി ആക്റ്റീവും പാസീവും ഓപ്പൺ ആയിരുന്നു എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്നോളജ്മെന്റ് ആണ് ഈ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ സെർവറിലെത്തി സെർവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. തിരിച്ച് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? സെർവർ റെസ്പോണ്ട് ചെയ്യുമ്പോഴും ഒരു സീക്വൻസ് നമ്പർ ഉണ്ടാവും, ഒരു അക്നോളജ്മെന്റ് കൂടെ ഉണ്ടാവും. അതായത് ഓൾറെഡി ഈ അക്നോളജ്മെന്റ് കൂടാതെ ഒരു അക്നോളജ്മെന്റ് കൂടി ഉണ്ടാവും. റെഡി? അതായത് ഈ സീക്വൻസ് നമ്പറുള്ള ഡേറ്റ ഇവിടെ വന്നു, ഈ ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അക്നോളജ്മെന്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് മെത്തേഡ്. ആദ്യത്തെ മെത്തേഡിൽ ഡേറ്റ സെൻഡ് ചെയ്തു, രണ്ടാമത് തിരിച്ച് ആ ഡേറ്റയ്ക്കുള്ള അക്നോളജ് ചെയ്തു. അങ്ങനെ അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇപ്പൊ രണ്ടുപേരും സിങ്ക്രണൈസ്ഡ് ആയി. സിങ്ക്രണൈസേഷൻ ഒന്ന് ഡേറ്റ സെൻഡ് ചെയ്തു, തിരിച്ച് കിട്ടിയപ്പോൾ സിങ്ക്രണൈസ്ഡ് ആയി. ഈ സിങ്ക്രണൈസേഷൻ വന്ന ഇതിന് തിരിച്ച് ക്ലയന്റ് സെർവറിലേക്ക് അക്നോളജ് ചെയ്യും. ഒൺലി അക്നോളജ്മെന്റ്. ദാറ്റ് ഈസ് ദ തേർഡ് വൺ. അക്നോളജ് മാത്രം ചെയ്യും. കാരണം സിങ്ക്രണൈസേഷൻ ഇനി ആവശ്യമില്ല. രണ്ടുപേരും ഡേറ്റ ബൈ ഡയറക്ഷണൽ ഡേറ്റ ഇവിടെ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സോഴ്സ് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് വന്നു, അല്ലെങ്കിൽ ക്ലയന്റ് സെർവറിലേക്ക് വന്നു, സെർവറിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിനുള്ള അക്നോളജ്മെന്റ് ക്ലയന്റ് ഒന്നുകൂടി സെർവറിന് അയക്കും. ദാറ്റ് ഈസ് ദ 3-way ഹാൻഡ് ഷേക്കിംഗ്. ഒന്നുകൂടി പറയാം, 3-way ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡ് അസ്യൂം ചെയ്യുന്നത് രണ്ട് മെഷീനും ആക്റ്റീവ്, ക്ലയന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഓപ്പൺ ആയിരിക്കണം, സെർവർ എന്ന് പറയുന്നത് പാസീവ് ഓപ്പൺ ആയിരിക്കണം. ഈ അക്നോളജ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ടുപേരും ആക്റ്റീവ് ഓപ്പൺ ആണ്, ആക്റ്റീവ് ഓപ്പണും പാസീവ് ഓപ്പണും ആണ് എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്നോളജ്മെന്റ് ആണിത്. കാരണം ഓൾറെഡി അത് അക്നോളജ് ചെയ്തിട്ടുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം അറ്റ് സ്റ്റേജ് 1 ക്ലയന്റ് മെഷീൻ സെർവറിലേക്ക് ഒരു സിങ്ക്രണൈസേഷൻ മെസ്സേജ് അയക്കും. സിങ്ക്രണൈസേഷൻ മെസ്സേജ് വിത്ത് സീക്വൻസ് നമ്പർ. ഒൺലി സിങ്ക്രണൈസേഷൻ മെസ്സേജ് വിത്ത് സീക്വൻസ് നമ്പർ. ആ സിങ്ക്രണൈസേഷൻ മെസ്സേജും സീക്വൻസ് നമ്പറും സെർവറിലെത്തും. സെർവറിലെത്തി കഴിയുമ്പോൾ സെർവർ മെഷീൻ അവിടെ ഒരു സിങ്ക്രണൈസേഷൻ ബിറ്റ് കിട്ടി, അതിന് തിരിച്ച് അക്നോളജ് ചെയ്യണം, സിങ്ക്രണൈസേഷൻ ചെയ്യണം. ആ കിട്ടിയതിനുള്ള അക്നോളജ്മെന്റ്, ദാറ്റ് ഈസ് ദ അക്നോളജ്മെന്റ്. ഈ അക്നോളജ്മെന്റ് നമ്പർ, ദെൻ സീക്വൻസ് നമ്പർ. എന്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും സീക്വൻസ് നമ്പർ അവിടെ കമ്പൽസറി ആണ്. അത് കഴിഞ്ഞ ശേഷം സീക്വൻസ് നമ്പർ പ്ലസ് സിങ്ക്രണൈസേഷൻ. ക്ലയന്റ് സെർവറിലേക്ക് സിങ്ക്രണൈസേഷൻ അയക്കും, സെർവർ ക്ലയന്റിലേക്ക് സിങ്ക്രണൈസേഷൻ അയക്കും. ദെൻ അത് ഡെസ്റ്റിനേഷൻ സെല്ലിലെത്തി. ദെൻ തേർഡ് വൺ റിസീവർ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിസീവർ എന്ന് പറയുന്നത് ക്ലയന്റ് മെഷീന് കിട്ടി, ക്ലയന്റ് മെഷീൻ തിരിച്ച് സിങ്ക്രണൈസേഷൻ അയക്കേണ്ട ആവശ്യമില്ല, തിരിച്ച് എന്ത് ചെയ്യും? അക്നോളജ്. കാരണം സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് ക്ലിയർ ആയി. സോഴ്സ് ഡെസ്റ്റിനേഷൻ വന്നു, ഡെസ്റ്റിനേഷൻ സോഴ്സിലേക്ക് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ വന്ന അക്നോളജ്മെന്റിനുള്ള, ഈ സിങ്ക്രണൈസേഷൻ വന്നതിനുള്ള അക്നോളജ്മെന്റ് സെർവറിലേക്ക് അയക്കും. ദാറ്റ് ഈസ് ദ 3-way ഹാൻഡ് ഷേക്കിംഗ് മെത്തേഡ്. ഇതിലെവിടെയും ഡേറ്റ ട്രാൻസ്ഫറിങ് എവിടെയും ഇല്ല, ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് മാത്രമാണ്. ഇത് എവിടെ നോക്കിയാലും ഇവിടെ ഒന്നും ഡേറ്റ ട്രാൻസ്ഫറിങ് ഇല്ല, കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രം. അത് നമ്മുടെ പ്രീവിയസ് സ്ലൈഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ ട്രാൻസ്ഫറിങ് എവിടെയില്ല, കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. A synchronization segment cannot carry data, but it consumes one sequence number. എന്ത് ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും, എന്ത് ഫ്രെയിം സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരു സീക്വൻസ് നമ്പർ അവിടെ എല്ലാം സ്പെസിഫൈ ആയിട്ടുണ്ടാവും. അടുത്തത്
synchronization plus acknowledgement. Destination server is synchronization plus acknowledgement. And third one, acknowledgement. If carry no data, it consists no sequence number. Sequence number ഉണ്ടാവും, പക്ഷെ acknowledgement ഉണ്ടാവില്ല. Clear? That is a three-way handshaking method. അങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ now the data transfer can take place. എങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്ഫറിങ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിലൂടെയാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മെത്തേഡിലൂടെയാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഡേറ്റ ട്രാൻസ്ഫറിങ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ ഈ ഡേറ്റ ട്രാൻസ്ഫറിങ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ എല്ലാത്തിനും ഒരു ഫ്രെയിം സൈസ് ഉണ്ടാവും, ഒരു വിൻഡോ സൈസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിയേറ്റ് ചെയ്ത കണക്ഷനിലൂടെ ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. കാരണം അല്ലെങ്കിൽ ശരിക്കും നമ്മൾ നേരത്തെ പഠിച്ച മെക്കാനിസത്തിലാണെങ്കിൽ ഈ ഒരു ഡേറ്റ ഇവിടെ എത്തി തിരിച്ചത് അക്നോളജ് ചെയ്താലേ അടുത്ത ഡേറ്റ വരാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഡേറ്റ ട്രാൻസ്ഫറിങ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു. കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡേറ്റ ട്രാൻസ്ഫറിങ് കണ്ടിന്യൂസ് ആയിട്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഡേറ്റ ട്രാൻസ്ഫറിങ് ടേക്ക് ചെയ്യും. എങ്ങനെയാണ് ഇനി ഡേറ്റ ട്രാൻസ്ഫറിങ്? ആഫ്റ്റർ ഈ ഡേറ്റ ട്രാൻസ്ഫറിങ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കുറെ ഫ്ലാഗുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാഗുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഡേറ്റ ട്രാൻസ്ഫർ ആഫ്റ്റർ ദ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ബൈ ഡയറക്ഷണൽ ഡേറ്റ ട്രാൻസ്ഫർ ക്യാൻ ടേക്ക് പ്ലേസ്. ദ ക്ലയന്റ് ആൻഡ് സെർവർ ക്യാൻ ബോത്ത് സെൻഡ് ഡേറ്റ ആൻഡ് അക്നോളജ്മെന്റ്. രണ്ടുപേരും ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് ബൈ ഡയറക്ഷനിലാണ്. ബൈ ഡയറക്ഷനിൽ ഡേറ്റ കണ്ടിന്യൂസ് ആയിട്ട് അക്നോളജ് സെൻഡ് ചെയ്യും, തിരിച്ച് അക്നോളജ് ചെയ്യും. ദെൻ പുഷിംഗ് ഡേറ്റ. ഈ പുഷിംഗ് ഡേറ്റ എന്ന് പറയുന്ന കാര്യത്തിനാണ് നമ്മൾ പുഷ് ഫ്ലാഗ് യൂസ് ചെയ്തത്. We know that both sides keeps a buffer. The application program at the sending side can request a push operation. എന്താണ് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ സെൻഡിങ് സൈഡിൽ ഒരു പുഷ് ഓപ്പറേഷൻ ജനറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, ദിസ് മീൻസ് ദാറ്റ് the sending TCP must not wait for the window to be filled. അതായത് ഒരു വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു വിൻഡോയുടെ സൈസ് 32 ബിറ്റ് ആണ്. 32 ബിറ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ ഈ വിൻഡോ ഫില്ലായി കഴിയുമ്പോഴാണ് സാധാരണ ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. പക്ഷേ പുഷ് ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ പുഷ് ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിയുന്നത് ആ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വിൻഡോയിൽ എത്രയാണോ ഉള്ളത്, ചിലപ്പോൾ വിൻഡോയുടെ ഹാഫ് പോർഷൻ മാത്രമേ ഡേറ്റ ഫിൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ വിൻഡോയിൽ എത്രയാണോ ഉള്ളത് ആ ഉള്ള ഡേറ്റ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് സെൻഡ് ചെയ്യും. ഇറ്റ് മസ്റ്റ് ക്രിയേറ്റ് എ സെഗ്മെന്റ് ആൻഡ് സെൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ അങ്ങനെ ഒരു പുഷ് ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ് എ സെഗ്മെന്റ് ആൻഡ് സെൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഈ ഫ്രെയിം ഈ നമ്മുടെ വിൻഡോ ഇവിടെ ഫില്ലാവാൻ നിൽക്കില്ല. എവിടെ വരെയാണോ ഡേറ്റ ഉണ്ടായിരുന്ന ഇത്ര എണ്ണത്തിന് ഒരു സെഗ്മെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ആ സെഗ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡേറ്റ സെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് മസ്റ്റ് ക്രിയേറ്റ് എ സെഗ്മെന്റ് ആൻഡ് സെൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. എപ്പോഴാണോ ഡേറ്റ ആവശ്യമുള്ളപ്പോൾ അപ്പോൾ തന്നെ അതിനെ സെൻഡ് ചെയ്യും. അതിനാണ് പുഷ് ഫ്ലാഗ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫറിംഗ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനിലാണ്, കണ്ടിന്യൂസ് ആണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ ചെയ്യുന്ന സമയത്ത് ഒരു വിൻഡോ ഉണ്ടാവും. സാധാരണ വിൻഡോ എപ്പോഴാണോ ഫില്ലാവുന്നത്, വിൻഡോ ഫില്ലാകുമ്പോഴാണ് അതിനെ ഒരു സെഗ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. പക്ഷേ പുഷ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ സെറ്റ് ചെയ്യുമ്പോൾ ആ വിൻഡോയിൽ എത്രയാണോ ഡേറ്റ ഉള്ളത് ആ ഡേറ്റ അപ്പോൾ തന്നെ അതിനെ ഒരു സെഗ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആ വിൻഡോ ഫില്ല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. സെഗ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഡേറ്റനെ നേരെ സെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് പുഷിംഗ് ഡേറ്റ ഇമ്മീഡിയറ്റ്ലി. Then ഇനി എങ്ങനെയാണ് the sending TCP must also set the push bit to let the receiving TCP know that the segments include data that must be delivered to the receiving application as soon as possible and not wait for more data to come. Data സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ സൈഡിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യും. ഈ പുഷ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകും. സാധാരണ പുഷ് ഫ്ലാഗ് സെറ്റ് ചെയ്തിരുന്ന എപ്പോഴാണോ അവിടെ എല്ലാം അർജന്റ് ഫ്ലാഗും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം അർജന്റ് ഫ്ലാഗും പുഷ് ഫ്ലാഗും ഒരുമിച്ചായിരിക്കും ഡേറ്റ വന്നത്. അപ്പൊ അർജന്റ് ഫ്ലാഗും പുഷ് ഫ്ലാഗും ഉണ്ടെങ്കിൽ ആ ഡേറ്റ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവർ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് അർജന്റ് ഡേറ്റ. The sending application tells the sending TCP that the piece of data is urgent. ആ ഡേറ്റ ഡെലിവർ ചെയ്യേണ്ടത് ആ ഡേറ്റയുടെ ഒരു പീസ് എന്ന് പറയുന്നത് അർജന്റ് ആയിട്ട് ഡെലിവർ ചെയ്യേണ്ടതാണ്. The sending TCP creates a segment and insert the urgent data at the beginning of the segment. Reset, then the rest are in normal.
urgent bit, rest are in the normal from and set the urgent bit to set. At the receiving side, the data is delivered without considering any order. Urgent flag, അപ്പോൾ ഡേറ്റ പുഷ് ചെയ്ത ഡേറ്റ വന്നു. അർജന്റ് ഫ്ലാഗ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അർജന്റ് ബിറ്റ് പഠിച്ചായിരുന്നു. ഈ അർജന്റ് ബിറ്റിൽ ഡേറ്റ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അർജന്റ് ബിറ്റിലുള്ള ഡേറ്റ എപ്പോഴാണോ അത് എവിടെയാണോ അർജന്റ് ബിറ്റ് സ്പെസിഫൈ ചെയ്തേക്കുന്നത് ആ സ്പെസിഫൈ ചെയ്തേക്കുന്നിടത്തെ ഡേറ്റ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവറി ചെയ്യും. അപ്പോൾ അതിനാണ് അർജന്റ് ഫ്ലാഗ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ പുഷ് ഫ്ലാഗ് സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ വിൻഡോയുടെ സൈസ് ഫില്ലാവുന്നതിന് മുന്നേ ഡേറ്റ സെൻഡ് ചെയ്യാനും, അർജന്റ് ഫ്ലാഗ് അല്ലെങ്കിൽ അർജന്റ് പോയിന്റർ എന്ന് പറയുന്നത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ ഡേറ്റയിൽ ഏത് പാർട്ടാണ് അർജന്റ് ആയിട്ടുള്ളത് ആ അർജന്റ് ആയിട്ടുള്ള ഡേറ്റ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസീവറിന് റിസീവ് ചെയ്യും വിത്തൗട്ട് കൺസിഡറിങ് എനി ഓർഡർ. അതാണ് നമ്മുടെ അർജന്റ് ഫ്ലാഗ് സെറ്റ് ചെയ്ത് പുഷ് ഫ്ലാഗിന്റെയും ഇമ്പോർട്ടൻസ്. മാറിപ്പോരോ രണ്ടും തമ്മിൽ അർജന്റ് പുഷും. Then usually after successful transmission of data, any party can close the connection, usually initiated by the client. For termination also, there is a three-way handshaking method. അപ്പോൾ കണക്ഷൻ ക്രിയേഷനും ഒരു ത്രീ-വേ ഹാൻഡ്ഷേക്കിംഗ് മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ കണക്ഷൻ ടെർമിനേഷനും ത്രീ-വേ ഹാൻഡ്ഷേക്കിംഗ് മെത്തേഡ് ഉണ്ട്. ദാറ്റ് ഈസ് എനി പാർട്ടി ക്യാൻ ക്ലോസ് ദ കണക്ഷൻ. ഒന്നില്ലെങ്കിൽ സെർവർ മെഷീന് കണക്ഷൻ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലയന്റ് മെഷീന് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാം. പക്ഷെ സാധാരണ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത് ക്ലയന്റ് മെഷീൻ ആയിരിക്കും കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാനും ഇതുപോലെ തന്നെ ത്രീ-വേ ഹാൻഡ്ഷേക്കിംഗ് മെത്തേഡ് ഉണ്ട്. എങ്ങനെയായിരിക്കും ആ ത്രീ-വേ ഹാൻഡ്ഷേക്കിംഗ്? അപ്പോൾ ഇത് ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആണ്. ദെൻ ഇവിടെ ആക്റ്റീവ് ഓപ്പൺ ആയിരുന്നു, പാസീവ് ഓപ്പൺ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നോക്കുക ആക്റ്റീവ് ക്ലോസ്. ആക്റ്റീവ് ക്ലോസ് മീൻസ് എപ്പോഴാണോ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ പോണത്, ടെർമിനേറ്റ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആള് ദാറ്റ് ഇസ് ക്ലയന്റ് മെഷീനാണ്. ക്ലയന്റ് മെഷീനാണ് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതെങ്കിൽ ഈ ക്ലയന്റ് മെഷീൻ ആയിരിക്കും ആദ്യം ആക്റ്റീവ് ക്ലോസ് ആവുന്നത്. അപ്പൊ എന്ത് ചെയ്തു? കണക്ഷൻ ടെർമിനേഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കണം. അപ്പൊ കണക്ഷൻ ടെർമിനേറ്റ് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ സിംഗണൈസേഷൻ അല്ല കൊടുക്കുന്നത്, ഓർക്കുക FIN ഫ്ലാഗ് ആണ്. കണക്ഷൻ ടെർമിനേഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് FIN ഫ്ലാഗ് ആണ്, ദാറ്റ് ഈസ് F ഫ്ലാഗ് ആണ്. മറ്റത് സിംഗണൈസേഷൻ ആയിരുന്നു. തിരിച്ചെഴുതി കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടില്ല. കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഈ ആക്റ്റീവ് ക്ലോസും പാസീവ് ക്ലോസും ദെൻ അതിന്റെ സിംഗണൈസേഷനും ബിറ്റുകളെല്ലാം അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഫ്രെയിമിൽ ഉപയോഗിക്കുന്ന ഓരോ ഫ്ലാഗുകളും. അപ്പോൾ കണക്ഷൻ ടെർമിനേഷന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ക്ലയന്റ് ആണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ക്ലയന്റ് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ തന്നെ അത് ആക്റ്റീവ് ക്ലോസ് ആയി. അത് കഴിഞ്ഞ ശേഷം കണക്ഷൻ ടെർമിനേഷൻ റിക്വസ്റ്റ് കൊടുക്കും. ടെർമിനേഷൻ റിക്വസ്റ്റ് ത്രൂ FIN ഫ്ലാഗ്, ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജ്. റിക്വസ്റ്റ് നമ്പർ എല്ലായിടത്തും ഉണ്ടാവും, അത് ഓൾറെഡി പറഞ്ഞേക്കുന്നതാണ്. ഡെസ്റ്റിനേഷനിലെത്തി കഴിഞ്ഞാൽ അത് റെഡിയാണ്. സെർവർ മെഷീനും അങ്ങനെ വേണ്ടിയിട്ട് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. അങ്ങനെ ടെർമിനേറ്റ് റെഡി ആവണമെങ്കിൽ അതിന്റെ സ്റ്റേജ് പാസീവ് ക്ലോസ് ആയി. നേരത്തെ പാസീവ് ഓപ്പൺ ആയിരുന്നു, അത് പാസീവ് ക്ലോസ് ആയി. പാസീവ് ക്ലോസ് ആയി കഴിഞ്ഞാൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. എങ്ങനെ വെച്ച് റെസ്പോണ്ട് ചെയ്യും? എഗെയിൻ ടെർമിനേഷന് വേണ്ടിയിട്ട് FIN ഫ്ലാഗ് ആണ് യൂസ് ചെയ്യുന്നത്. സോ FIN ഫ്ലാഗും അതിന്റെ അക്നോളജ്മെന്റ്, ദാറ്റ് ഈസ് FIN പ്ലസ് അക്നോളജ്മെന്റ്. ടെർമിനേഷൻ റിക്വസ്റ്റ് ചെയ്തു, റിസീവർ സൈഡിലെത്തി. റിസീവർ സൈഡിലെത്തി കഴിഞ്ഞാൽ റിസീവർ മീൻസ് ക്ലയന്റിലെത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദെൻ ക്ലയന്റ് അതിന് റെസ്പോണ്ട് ചെയ്യും. ത്രൂ അക്നോളജ്മെന്റ് വെച്ച് റെസ്പോണ്ട് ചെയ്യും. ദെൻ കണക്ഷൻ ടെർമിനേറ്റ് ആയി. അപ്പോൾ ഏത് മെഷീനിന് വേണമെങ്കിലും ആദ്യം കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാം. സാധാരണ ടെർമിനേറ്റ് ചെയ്യുന്നത് ക്ലയന്റ് മെഷീനാണ്. ടെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ റിക്വസ്റ്റ് കിട്ടിയാൽ മാത്രമേ അത് ആക്റ്റീവ് ക്ലോസ് ആകുള്ളൂ. ആക്റ്റീവ് ക്ലോസ് ആയി കഴിഞ്ഞാൽ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആക്റ്റീവ് ക്ലോസ് ആയിരിക്കും. ദെൻ നേരത്തെ നമ്മൾ കണക്ഷൻ ക്രിയേഷന് വേണ്ടിയിട്ട് മൂന്ന് സ്റ്റേജുകൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ടെർമിനേഷനും. ഓൺലി ഡിഫറൻസ് പറയുന്നത് കണക്ഷൻ ക്രിയേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഫ്ലാഗ് സിംഗണൈസേഷൻ ഫ്ലാഗ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് FIN ഫ്ലാഗ് ആണ് കണക്ഷൻ ടെർമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് എല്ലാ ഡിഫറൻസ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണത് കണക്ഷൻ ടെർമിനേഷൻ വേണ്ടി. ദെൻ ഈ കണക്ഷൻ ടെർമിനേഷനിൽ മറ്റൊരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ഹാഫ് ക്ലോസ്. ഇത് മറ്റൊന്നിലും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് മെഷീനിന് വേണമെങ്കിലും കണക്ഷൻ ടെർമിനേഷൻ റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഹാഫ് ക്ലോസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സൈഡിൽ മാത്രമാണ് ഡേറ്റ ടെർമിനേഷൻ റിക്വസ്റ്റ് കൊടുത്തതെങ്കിൽ ആ സൈഡ് മാത്രം മതി. അപ്പോൾ ഇവിടെ ക്ലയന്റ് മെഷീൻ കണക്ഷൻ ക്ലോസ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ സെർവർ മെഷീൻ ആ ടൈമിൽ കണക്ഷൻ ടെർമിനേഷൻ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ കണക്ഷൻ ടെർമിനേഷൻ
കൊടുക്കണമെങ്കിൽ FIN ഫ്ലാഗ് സെൻഡ് ചെയ്താൽ മാത്രമേ കണക്ഷൻ ടെർമിനേഷൻ റിക്വസ്റ്റ് ആകുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? ആദ്യം ആക്റ്റീവ് ക്ലോസ് മീൻസ് ക്ലയന്റിന് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ റെഡിയാണ്. ക്ലയന്റിന് കണക്ഷൻ കണ്ടിന്യൂ ചെയ്യേണ്ട. അപ്പൊ ക്ലയന്റിന് ആ കണക്ഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടാത്തത് കൊണ്ട് ക്ലയന്റ് എന്ത് ചെയ്തു? അതൊരു ടെർമിനേഷൻ റിക്വസ്റ്റ് കൊടുത്തു ത്രൂ FIN ഫ്ലാഗ് വഴി ടെർമിനേഷൻ റിക്വസ്റ്റ് കൊടുത്തു. ആ റിക്വസ്റ്റ് നേരെ ഡെസ്റ്റിനേഷനിലെത്തി, സെർവറിലെത്തി കഴിഞ്ഞപ്പോൾ സെർവറിന് ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. സെർവറിൽ നിന്ന് വീണ്ടും ക്ലയന്റിലേക്ക് ഡേറ്റ അയക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ഡേറ്റ അയക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ക്ലയന്റ് എന്ത് ചെയ്തു? സെർവർ എന്ത് ചെയ്തു? സെർവറിൽ നിന്ന് വീണ്ടും ക്ലയന്റിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല, എന്തോ റീസൺ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സെർവർ മെഷീൻ അതിനെ അക്നോളജ് ചെയ്തു വിത്തൗട്ട് FIN ഫ്ലാഗ്. ടെർമിനേഷൻ ഫ്ലാഗ് ഇല്ലാതെ അക്നോളജ് ചെയ്തു. ടെർമിനേഷൻ ഫ്ലാഗ് ഇല്ലാതെ അക്നോളജ് ചെയ്താൽ റിക്വസ്റ്റ് കിട്ടി, അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ FIN ഫ്ലാഗ് ഇല്ല. FIN ഫ്ലാഗ് ഇല്ലാത്തത് കൊണ്ട് ക്ലയന്റിൽ നിന്ന് സെർവറിലേക്കുള്ള കണക്ഷൻ മാത്രമേ ബ്രേക്ക് ആവുകയുള്ളൂ. സെർവറിൽ നിന്ന് ക്ലയന്റിലേക്കുള്ള കണക്ഷൻ ടെർമിനേറ്റ് ആവില്ല. ക്ലയന്റിൽ നിന്ന് സെർവറിലേക്കുള്ള കണക്ഷൻ മാത്രമേ ക്രിയേറ്റ് ആവുള്ളൂ. സെർവറിൽ നിന്ന് ക്ലയന്റിലേക്കുള്ളത് ക്രിയേറ്റ് ആവില്ല. അപ്പൊ എന്ത് ചെയ്തു? ദെൻ ക്ലയന്റിൽ നിന്ന് സെർവറിലേക്ക് വന്നു. സെർവർ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ റെഡിയല്ല. ടെർമിനേറ്റ് ചെയ്യാൻ റെഡി ഇല്ലാത്തത് കൊണ്ട് നേരെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ ട്രാൻസ്ഫറിങ് ഉണ്ടായിരുന്നു. ഡേറ്റ സെഗ്മെന്റ്സ് ഫ്രം സെർവർ ടു ക്ലയന്റിലേക്ക് വീണ്ടും കണ്ടിന്യൂസ് ഡേറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. തിരിച്ച് അക്നോളജ്മെന്റ് ഉണ്ടെങ്കിൽ ക്ലയന്റ്സും സെർവർ അക്നോളജ് ചെയ്തുകൊണ്ടിരുന്നു. ഡേറ്റയ്ക്ക് അക്നോളജ്മെന്റ് ആണ്, ഡേറ്റ അല്ല സെൻഡ് ചെയ്യുന്നത്, അക്നോളജ്മെന്റ് ആണ് സെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ എല്ലാം സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെർവർ മെഷീൻ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ റെഡിയായി. അപ്പോൾ സെർവർ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഒരു പാസീവ് ക്ലോസ് റിക്വസ്റ്റ് ത്രൂ FIN ഫ്ലാഗിലൂടെ സെർവർ ക്ലയന്റിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യും. അത് കിട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ സെർവറിന് ക്ലയന്റിന് FIN സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ക്ലയന്റ് ഓൾറെഡി കണക്ഷൻ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ക്ലയന്റും അതിനെ അക്നോളജ് ചെയ്യും. സോ ഈ സ്റ്റേജിൽ എത്തി കഴിയുമ്പോഴേക്കും കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ടെർമിനേറ്റ് ആവും. ക്ലയന്റിൽ നിന്നുള്ള സെർവറിലേക്കും സെർവറിൽ നിന്ന് ക്ലയന്റിലേക്കുമുള്ള കണക്ഷൻ അവിടെ വെച്ച് ടെർമിനേറ്റ് ആവും. അപ്പോൾ ക്ലയന്റ് ഏതാണോ ക്ലയന്റ്, ദെൻ സെർവർ മെഷീൻ. അപ്പൊ അത് ഹാഫ് ക്ലോസ്, ക്ലയന്റ് മെഷീൻ, സെർവർ മെഷീൻ. ക്ലിയർ? ആണ് നമ്മുടെ ഹാഫ് ക്ലോസ്. ദെൻ ഫ്ലോ കൺട്രോൾ, ഇത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. നമ്മുടെ ഫ്ലോ കൺട്രോൾ അതിന് കുറച്ച്